ഹലോ ഗൈസ്, ഹായ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു കാര്യം പറയാനാണ് വന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരിയുടെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ പറഞ്ഞിരുന്ന, ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല, പക്ഷേ എന്നാലും എനിക്കൊന്ന് പറയണം എന്ന് തോന്നി. ഇത് ഇട്ടിരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ലേ, അത് ചിലപ്പോൾ നമ്മുടെ സന്തോഷമുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്, സങ്കടമുള്ളത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്താ പറയുക, നമ്മൾ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇടുന്നത് പരമ ബോറ് പരിപാടിയല്ലേ. അത് നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ചിലപ്പം സന്തോഷത്തിന് വേണ്ടി ഇടുന്നതാവും, ചിലപ്പോൾ നമ്മുടെ സങ്കടം ഷെയർ ചെയ്യുന്നതാവും, ചിലപ്പോൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ഇടുന്നതാവും. എല്ലാവരും അത് തന്നെയാണ് സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ കാണാൻ വേണ്ടി തന്നെയാണല്ലോ ഒരു പോസ്റ്റ് ഇടുക. അതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇടാതിരുന്നാൽ പോരെ. ഈ പറഞ്ഞ സഹോദരി പോലും ഈ പോസ്റ്റ് ഇട്ടത് ആളെ കാണാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ അല്ലല്ലോ. അപ്പോൾ അത് തികച്ചും വ്യക്തിപരമാണ്. അപ്പം നമ്മുടെ പോസ്റ്റ് എനിക്ക് പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോസ്റ്റ് ഇടണം തോന്നിയാൽ ഇടും. കാണണ്ടാത്തവർക്ക് അത് സ്ക്രോൾ ചെയ്യാം, അൺഫോളോ ചെയ്യാം, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ വിട്ടിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി പോസ്റ്റ് ഇടാൻ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ തോന്നി. നമുക്ക് ചിലപ്പോൾ ഡെയിലി ഫോട്ടോസ് ഇടാനായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഉണ്ടാവുമായിരിക്കും. ഈ പറഞ്ഞ അത് മാത്രമല്ല, നമുക്കതിൽ ഒന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പബ്ലിക്കായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നു. ഈ പറഞ്ഞ സഹോദരിമാർക്ക് ചിലപ്പോൾ അവർക്ക് ഫോട്ടോസ് ഇടാനില്ലാത്ത നമ്മുടെ കുറ്റമാണോ? അത് മാത്രമല്ല, ചിലപ്പോൾ ചില സഹോദരിമാർക്ക് ഈ പറഞ്ഞ ചിലപ്പോൾ അടിയിൽ കൂടി ഈ ലൈൻ വലിക്കുന്ന സഹോദരിമാർക്ക് ചിലപ്പോൾ ഈ ഫോട്ടോസോ വീഡിയോസോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ തീർന്നില്ലേ കഥ. അപ്പം അങ്ങനെയുള്ള സഹോദരിമാർക്ക് ചിലപ്പോൾ അസൂയ തോന്നിയേക്കാം. എല്ലാവരെയും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അറിയിക്കാൻ പറ്റാതെ തോന്നുന്ന വളരെ ചുരുക്കം സഹോദരിമാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ വേറെ വ്യക്തിപരമായ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ പൊങ്കാലിടാനൊന്നും ആരും വരണ്ട കേട്ടോ. എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ ഈ പറഞ്ഞ ഒന്നിനും റിയാക്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഞാനടക്കം ഈ പറഞ്ഞ ഒത്തിരി ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതേപോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടവും സന്തോഷവുമാണ്. അതിന് കയറി ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ എനിക്കും റിയാക്ട് ചെയ്യാൻ തോന്നി. അതാ ഒരുപാട് ഈ കള്ളത്തിനുള്ളവരാണ് കൂടുതലും ഈ അത് മറയ്ക്കാൻ വേണ്ടി ബാക്കി ഈ ഷോ കാണിക്കാൻ നമ്മൾ പറയാറില്ലേ. വിദ്യാഭ്യാസം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, വിവരവും കുറച്ച് വകതിരിവും വേണമെന്ന് പറയും. കാരണം ഇതേപോലുള്ള ചില ആൾക്കാർ അവർക്ക് വീഴാനുള്ള കുഴി സ്വയം കുത്തിവെച്ചിട്ട് അതിനെ പുറത്തൊരു ചേറിട്ടിട്ടായിരിക്കും അത് സംസാരിക്കുക. ഇതിലെവിടെയെങ്കിലും ഈ അടി തെറ്റിയ ആനയും വീഴുന്നു പറയും കണക്ക് ഒന്ന് തെറ്റിയാൽ മതി, ആ കുഴിക്കകത്ത് അവർ തന്നെ വീഴും. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് ഈ സഹോദരിമാർ ഇതേപോലുള്ള ഡയലോഗ് അടിക്കുന്നത്. സഹോദരന്മാരും ഉണ്ടില്ല എന്നല്ല, വളരെ ചുരുക്കമില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടന്ന പാട്ടിടൂ. അപ്പോൾ ഇത്രയൊന്ന് പറയണം തോന്നി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.